ഫസ്റ്റ് ഡേ ലൊക്കേഷനിൽ വന്നപ്പോൾ തന്നെ കോസ്റ്റ്യൂം മാറിക്കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നൊരു സൈക്കിളും എടുത്തിട്ട് നേരെ പോയി. ആദ്യമൊക്കെ പ്രതികരിക്കാൻ ശ്രമിക്കുമായിരിക്കും, പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്കത് ഭയങ്കര ശീലമാവും. ശരിക്കും ഒരു ട്രോമ ബോണ്ടിങ് വരും. ഞാൻ അവരുടെ ഇഷ്ടത്തിന് എൻ്റെ ലൈഫ് മാറ്റി വെച്ച ആളാണ് കുറേ സമയത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് ഇഷ്യൂസിലേക്ക് കൊണ്ടെത്തിച്ചു. ഹൊററുണ്ട്, അതുപോലെ ഫാമിലീസിന് വന്ന് കണ്ട് ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. നല്ല ഫൈറ്റ് ഉണ്ട്, നല്ല ഡാൻസ് ഉണ്ട്. അഭിലാഷേട്ടനെ സംബന്ധിച്ച് സൊല്യൂഷൻസ് ഇല്ലാത്ത ഒരൊറ്റ കാര്യം പോലും ഇല്ല. അതുപോലെ തന്നെയാണ് ഉറവ ചേച്ചിയുടെ ഹസ്ബൻഡ് ശിവൻ ചേട്ടനും. നമുക്ക് എന്തൊരു കാര്യത്തിനും വിളിക്കാൻ പറ്റുന്ന, ഞങ്ങളിവിടെ ഉണ്ട് കൊച്ചേ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് കാര്യത്തിൽ. ഒരു മൊമെന്റ് എത്തിയപ്പോൾ മനസ്സിലായി നമ്മുടെ പാഷൻ അതിൻ്റെ പുറകെ പോകാൻ തന്നെ വേണം. ശരിക്കും പെൺകുട്ടികൾ കല്യാണം കഴിക്കേണ്ട പ്രായം ഒരു 28-ന് ശേഷമാണ്. ആഗ്രഹങ്ങൾ സത്യമാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയായാലും നമ്മളിലേക്ക് വന്നു ചേരും എന്നുള്ളൊരു വിശ്വാസം. തീർത്തും വേറൊരു മനുഷ്യൻ. നമുക്ക് സംസാരത്തിലായാലും നമ്മളോടുള്ള പെരുമാറ്റത്തിലായാലും മൊത്തത്തിലൊരു വ്യത്യാസം. ഹലോ ആൻഡ് വെൽക്കം ടു ന്യൂ ടോക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ദ വെരി ബ്യൂട്ടിഫുൾ ആരതി ഗായത്രി ദേവി. വെൽക്കം. താങ്ക് യു. നല്ല ഭയങ്കര പ്ലസന്റ് ആയിട്ടുണ്ട്, ഒരു കളറും മൊത്തത്തിൽ കാണുമ്പോൾ ഭയങ്കര പോസിറ്റിവിറ്റി. നൂറിനെ കണ്ടപ്പോൾ എനിക്ക് അതാ തോന്നിയത്, ഭയങ്കര പോസിറ്റീവ് ആയിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സെഗ്മെന്റ് കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. എനിക്ക് ഒരു എന്താ പറയുക, സ്ത്രീകൾ ഇങ്ങനെ നല്ല നല്ല പൊസിഷൻസിലോട്ട് വരുമ്പോഴും അവർ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവുന്നത് കാണുമ്പോഴും നമുക്ക് ഒരുപാട് സന്തോഷമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും ഇപ്പോൾ ഈക്വലായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ മുന്നോട്ട് വരാൻ പറ്റാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ ഇങ്ങനെ വുമൻ എംപവർമെൻറ്റ് കാണുമ്പോൾ ഒരുപാട് സന്തോഷം. അതെ. അപ്പോൾ എന്തായിരുന്നു ഒരു പ്രചോദനം? ആക്ച്വലി എനിക്കും നൂറിനെ പോലെ തന്നെ മീഡിയ ഫീൽഡിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ +1 പഠിക്കുന്ന സമയത്തൊക്കെ ആങ്കറിങ് ഒരുപാട് ട്രൈ ചെയ്തിരുന്നു. പിന്നെ പതുക്കെ നമ്മുടെ ലൈഫിലോട്ടൊക്കെ വന്നപ്പോൾ ഇതൊക്കെ വിട്ടിട്ട് നിന്നു. പക്ഷെ ഒരു മൊമെൻ്റ് എത്തിയപ്പോൾ മനസ്സിലായി നമ്മുടെ പാഷൻ അതിൻ്റെ പുറകെ പോകാൻ തന്നെ വേണം എന്നൊരു തോന്നലുണ്ടായി. അങ്ങനെ ഫിലിം സ്കൂളിൽ വീണ്ടും റീജോയിൻ ചെയ്തു. പിന്നെ അവിടെ നിന്ന് സിനിമ ചെയ്തു, സ്ക്രിപ്റ്റുകൾ എഴുതി, പിന്നെ ഇങ്ങനെയൊക്കെ ഡയറക്ടറായി. അതെ. എപ്പോഴെങ്കിലും മനസ്സിൽ ഒരു ചെറിയ സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചിരുന്നു ഡയറക്ടർ ആവും എന്നുള്ളൊരു കാര്യം? ശരിക്കും പറഞ്ഞില്ലടാ. ഞാൻ വിചാരിച്ചത് ഞാൻ സ്ക്രിപ്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകും എന്നായിരുന്നു. പക്ഷേ എന്താ പറയുക, നമുക്ക് നമ്മുടെ വിധി ഇങ്ങനെയായിരുന്നു. സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെ ഡയറക്ടർ ആവേണ്ടി വരുന്നു ആ പടത്തിൻ്റെ. പിന്നെ ഡയറക്ഷനോട് ഒരു താല്പര്യം ഉണ്ടാവുന്നു. ഇപ്പോൾ രണ്ടാമത്തെ പടം ഡയറക്റ്റ് ചെയ്യാൻ പോവാണ്. അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വരാനുള്ളത് വഴി നിൽക്കില്ല അല്ലേ? വിധി നല്ല രീതിയിൽ വന്നതുകൊണ്ട് കുഴപ്പമില്ല. അതെ 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 അതെ. വിധിയിൽ വിശ്വസിക്കുന്ന ആളാണോ? അതല്ല, നമ്മുടെ ആഗ്രഹങ്ങൾ സത്യമാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയായാലും നമ്മളിലേക്ക് വന്നു ചേരും എന്നുള്ളൊരു വിശ്വാസം. അതെ അതെ. അപ്പൊ നമ്മുടെ തേരി മേരി ആണ് നമ്മുടെ ഡെബ്യൂ മൂവി. അപ്പോൾ നോർമലി നമ്മുടെ ഷൈൻ ചേട്ടനും ശ്രീനാഥ് ബാസിയും. അപ്പോൾ രണ്ടാളെയും കൂടി ഉള്ള മൂവീസ് വളരെ ചുരുക്കം മൂവീസേ ഉള്ളൂ. അപ്പോൾ അത്രയും യൂത്തിൽ അത്രയും ഫേമസ് ആയിട്ട് നിൽക്കുന്ന 2 പേര്, എല്ലാവർക്കും ഇഷ്ടമുള്ള 2 പേര്, എങ്ങനെ ഈ കാസ്റ്റ് ഒക്കെ റെഡി ആയത്? ആക്ച്വലി ഞാൻ ഈ സിനിമ സ്ക്രിപ്റ്റ് ആവുന്ന സമയത്ത് തന്നെ ഇതിലൊരു ക്യാരക്ടർ ഷൈൻ ചേട്ടൻ തന്നെ ചെയ്താലേ അത് നന്നാവും എന്നൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യം അപ്രോച്ച് ചെയ്തത് ഷൈൻ ചേട്ടനെയാണ്. ഷൈൻ ചേട്ടൻ കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി പെട്ടെന്ന് തന്നെ അതിലേക്ക് ഇന്നായി. പുള്ളിക്ക് ക്യാരക്ടർ, പിന്നെ അതിൽ കുറേ സജഷൻസ് പറയുകയും പെട്ടെന്ന് തന്നെ പുള്ളി ഇന്നാവുകയും ചെയ്തു. ആക്ച്വലി ശ്രീനാഥ് ബാസിയുടെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ പല ആക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരാൾ ഏകദേശം എല്ലാം സെറ്റായി വന്നതാണ്. പക്ഷേ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ മാറേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ പിന്നെ ആര് എന്നുള്ളൊരു ചോദ്യം വന്നു. അങ്ങനെയാണ് ശ്രീനാഥ് ബാസിയിലേക്ക് ഈ സിനിമ പോകുന്നത്. രണ്ടാളുടെയും കൂടെ കോംബോ എങ്ങനെയായിരുന്നു വർക്ക്ഔട്ട് ആയത്? അവർ തമ്മിൽ നല്ല റാപ്പോ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ തന്നെ സ്ക്രിപ്റ്റിൽ കുറച്ച് ഇംപ്രവൈസേഷൻസ് ഒക്കെ വരുത്തി, അവരുടേതായ രീതിയിൽ കുറച്ച് മാറ്റം വരുത്തി. അപ്പോൾ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അതിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു എന്ന് തോന്നുന്നു അവർക്ക് അവരുടെ ആക്ടിങ്ങിനൊക്കെ. ഷൈൻ ചേട്ടനാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് നമ്മുടെ ഇപ്പോൾ റീസെന്റ് ഇന്റർവ്യൂസ് വരുമ്പോഴത്തേക്ക് പഴയ ഷൈൻ ചേട്ടനെ അല്ല, ഒത്തിരി ചേഞ്ചായി. ആ ഒരു സമയത്ത് ഷൈൻ ചേട്ടനെയും കണ്ടിട്ടുണ്ട്, ഇപ്പോഴത്തെ ഷൈൻ ചേട്ടനെയും കാണുന്നുണ്ട്. എന്താ ഫീൽ ചെയ്തത്? അന്നത്തെ ഷൈൻ ചേട്ടൻ ആക്ച്വലി ഫസ്റ്റ് ഡേ ലൊക്കേഷനിൽ വന്നപ്പോൾ തന്നെ കോസ്റ്റ്യൂം മാറിക്കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നൊരു സൈക്കിളും എടുത്തിട്ട് നേരെ പോയി. എങ്ങോട്ടോ വർക്കലയിലായിരുന്നു ഷൂട്ടിങ്. ഫസ്റ്റ് ഡേ ഷൂട്ടിന് വന്ന ആളിനെ സൈക്കിളും എടുത്തിട്ട് പോയ ആളെ പിന്നെ കാണാനില്ല. പിന്നെ എല്ലാവരും അതിൻ്റെ പുറകെ പോയി. ഒരു മണിക്കൂറിലാണ് പുള്ളി തിരിച്ചെത്തുന്നത്. പക്ഷെ പുള്ളി ലൊക്കേഷനിൽ നമ്മുടെ ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 മിനിറ്റ് മുന്നേ പുള്ളിയെ അറിയിച്ചു കഴിഞ്ഞാൽ പുള്ളി കറക്റ്റ് ആ സമയത്ത് ലൊക്കേഷനിലെത്തും. അത് ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്യും. പക്ഷെ ഞാനിപ്പോൾ ഈ റീസെൻ്റായിട്ട് ഇപ്പോൾ അച്ഛൻ്റെ ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ
അടുത്ത സമയത്ത് ഞാനൊന്ന് പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് ഞങ്ങൾ എല്ലാവരും പോയി ഒന്ന് കണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ലൊക്കേഷനിൽ കണ്ട ഷൈൻ ചേട്ടനെ കാണാൻ പറ്റിയില്ല. തീർത്തും വേറൊരു മനുഷ്യൻ, നമുക്ക് സംസാരത്തിലായാലും നമ്മളോടുള്ള പെരുമാറ്റത്തിലായാലും മൊത്തത്തിലൊരു വ്യത്യാസം ഫീൽ ചെയ്തു. അപ്പോൾ അത് നല്ലതാവട്ടെ. പുള്ളിയുടെ അമ്മയുടെ മുഖത്തും ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു നമ്മൾ ചെന്നപ്പോൾ. പുള്ളിക്കാരി ഒരു വലിയ നഷ്ടം വന്നിട്ട് നിൽക്കുന്ന ആളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും മകൻ്റെ ഈ മാറ്റത്തിൽ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഒരു ആശ്വാസം പോലെ പുള്ളിക്കാരിയെ ഫീൽ ചെയ്തു. അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തെരിമേരിയുടെ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി വർക്കലയിലാണല്ലേ മുഴുവനായിട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ വർക്കല മാത്രമായിട്ട് അങ്ങനെ ഫുള്ളായിട്ട് കാണിച്ചിട്ടുള്ള സിനിമകൾ അധികം ഉണ്ടോ മലയാളത്തില്? പണ്ട് എനിക്ക് തോന്നുന്നു ഹിസൈനസ് അബ്ദുള്ള, അതുപോലെ എന്തോ ഒരു പടം ലാലേട്ടനും മമ്മൂക്കയും ഒരുമിച്ച് അഭിനയിച്ച ഒരു പടമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല കംപ്ലീറ്റ്ലി വർക്കലയിൽ ഷൂട്ട് ചെയ്ത വേറൊരു പടം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ വർക്കല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ലിറ്റിൽ ഗോവ ഒരു ഫീലൊക്കെ ആണല്ലോ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് ടൈമിലൊക്കെ? ലൊക്കേഷൻ എക്സ്പ്ലോർ ചെയ്യാറൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ? ആക്ച്വലി ഞാനൊരു വർക്കലക്കാരിയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഈ പറയുന്ന വർക്കല മിനി ഗോവ സെറ്റപ്പ് എനിക്ക് അത്ര വശമില്ല. ഇല്ല, ശരിക്കും പുറമേ ഉള്ളവർ പറയുമ്പോഴാണ് വർക്കലയ്ക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട് പുറത്ത് എന്നുള്ളത് മനസ്സിലാവുന്നത്. ലൊക്കേഷൻ ആക്ച്വലി എനിക്ക് ഇതിൻ്റെ ഓരോ സീനും എവിടെ എടുക്കണം എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു. കാരണം അതിനെ ബേസ് ചെയ്തൊരു സ്റ്റോറി ആയതുകൊണ്ട് ഇത് എവിടെയാ എന്താ ചെയ്യേണ്ടതെന്നൊരു വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലൊക്കേഷൻ തിരക്കി ഞങ്ങൾക്ക് അങ്ങനെ നടക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇതുവരെ ഒരു വർക്കലക്കാരി എടുത്തിട്ടുള്ള വർക്കല ആസ്പദമാക്കി എടുത്തിട്ടുള്ള ഒരു സിനിമയാണല്ലോ. അപ്പൊ യൂഷ്വലി നമ്മൾ കാണുമ്പോൾ ആ ഒരു വൈബ് വർക്കലയാണ് കണ്ടിട്ടുള്ളത്. നമ്മൾ കണ്ടിട്ടില്ലാത്ത ഏത് പാർട്ടായിരിക്കും നമ്മൾ വർക്കലനെ കുറിച്ച് ഈ മൂവിയിൽ കാണാൻ പോകുന്നത്? ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഈ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് സിനിമയുടെ സ്റ്റോറി പോകുന്നത്. ഒരു റിസോർട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ തന്നെയാണ് സിനിമയുടെ ബേസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് എന്താ പറയുന്നത്, പുറമേയുള്ള ആൾക്കാർ കണ്ടിരിക്കുന്ന ടൂറിസം അത് തന്നെയാണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്. അതെ. അപ്പം ആ ഒരു ടൂറിസ്റ്റ് വൈബ് അത് തന്നെയാണ് മൂവിയിൽ. അപ്പോ വീണ്ടും നമ്മൾ ബാക്ക് ടു പ്രൊഫഷൻ വരികയാണെങ്കിൽ ഈ മൂവി ഡയറക്ഷൻ ഇത് തന്നെയായിരുന്നോ ഒരു കോർ പ്രൊഫഷൻ? അല്ല, ഞാൻ ആക്ച്വലി സൈക്കോളജി കഴിഞ്ഞതാണ്, പഠിച്ചു. BA സൈക്കോളജി കഴിഞ്ഞു. അതിനുശേഷം ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. DEd ചെയ്തിട്ട് ഒരു സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ എനിക്ക് തോന്നി എൻ്റെ പ്രൊഫഷൻ ഇതല്ല. ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്തേ ഉള്ളൂ സ്കൂളിൽ. എനിക്ക് വീണ്ടും സിനിമ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നതുകൊണ്ട് ഞാനിവിടെ സൗത്ത് ഇന്ത്യൻ ഫിലിം അക്കാഡമി എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഒരു ഫസ്റ്റ് ബാച്ചായിരുന്നു, അതിൽ കോഴ്സ് ചെയ്തു. ഈ സൈക്കോളജിസ്റ്റിനെ കാണുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ആളുകൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? ഞാൻ ആക്ച്വലി സൈക്കോളജിസ്റ്റ് അല്ല കേട്ടോ, സൈക്കോളജി പഠിച്ചതേ ഉള്ളൂ. സൈക്കോളജിസ്റ്റ് ആവണമെങ്കിൽ നമ്മൾ MSc ക്ലിനിക്കലൊക്കെ എടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. STയിൽ എന്നാൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും ഒരാൾ സൈക്കോളജി പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും റിപ്പീറ്റഡ്ലി കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ? ഞാൻ ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്ത സബ്ജക്റ്റ് അല്ല കേട്ടോ സൈക്കോളജി. ശരിക്കും പറഞ്ഞാൽ ഒരു പോയിന്റ് എത്തുമ്പോൾ അയ്യോ ഈ അസുഖങ്ങളൊക്കെ നമുക്കുണ്ടോ എന്നൊരു ഫീലൊക്കെ വരും. അപ്പം അതുകൊണ്ട് എനിക്ക് ശരിക്കും ഞാൻ താല്പര്യത്തോടെ പഠിച്ചൊരു സബ്ജക്റ്റ് അല്ല. എല്ലാവരും കാണുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് ഒന്ന് റീഡ് ചെയ്യാവോ അങ്ങനെയൊക്കെ ചോദിക്കും. ആക്ച്വലി അതിൽ 100% ഡെഡിക്കേഷൻ കൊടുക്കാത്തത് കൊണ്ടായിരിക്കും എനിക്കതിനെപ്പറ്റി ഒരു വശവും ഇല്ല. ഇപ്പൊ തന്നെ ആയാലും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുകയാണെങ്കിൽ കുറെ പേര് ഇപ്പോൾ OCD ആണെങ്കിലും ADHD ആണെങ്കിലും ഒക്കെ വെറുതെ അവർക്ക് ഇപ്പൊ OCD ഉണ്ടെന്നൊക്കെ വെറുതെ പറയുന്നത് കേൾക്കാം. അപ്പം ശരിക്കും അങ്ങനെ നിസ്സാരമായിട്ട് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് അതൊക്കെ. ആക്ച്വലി ഇത് ഓരോരുത്തരുടെ പേഴ്സണൽ അവരുടെ മനസ്സിന്റെ തോന്നലാണല്ലോ ഇതൊക്കെ. ഇപ്പോൾ എന്താ ചിലർക്ക് വൃത്തി കൂടുതലുണ്ട്, അപ്പോൾ അത് അവർക്ക് വേറൊരാൾ ഒരു ടവല് നിലത്തിട്ടേക്കുന്ന കണ്ടാൽ അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ തോട്ട്സ് ആണ്. ഇത് ആക്ച്വലി ഇതിൽ കുറച്ച് എന്താ സൈക്കോളജിക്കലി നോക്കുന്നെങ്കിൽ അങ്ങനെ അത്തരം വശങ്ങളുണ്ട് അതിനകത്ത്. ഇത്തരം അതൊരു രോഗമായിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ബേസിക് ആയിട്ട് ഇപ്പൊ അത്യാവശ്യം കുറച്ചുകൂടെ വൃത്തി കൂടുതലുള്ള ആളുകൾ പോലും കുറച്ച് വൃത്തി കൂടുതലുണ്ടെങ്കിൽ അവർ ആദ്യം തന്നെ പറഞ്ഞു എനിക്ക് ഇച്ചിരി OCD കൂടുതൽ. അത് പക്ഷെ ശരിക്കും റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. എനിക്ക് തോന്നുന്നു ഇപ്പുറത്ത് നിൽക്കുന്ന ആള് അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അവരും കൂടി വൃത്തി ഉണ്ടാവട്ടെ, പേടിച്ച് വൃത്തി ഉണ്ടാവട്ടെ പറഞ്ഞിട്ടായിരിക്കും അങ്ങനെ പറയുന്നതെന്ന് തോന്നുന്നു. അപ്പൊ ഈ പറഞ്ഞു സൈക്കോളജി ഇഷ്ടമില്ലാതെ ഇതാക്കിയതാണെന്ന്. അപ്പൊ എങ്ങനെയായിരുന്നു? വീട്ടിൽ പറഞ്ഞിട്ട് അങ്ങനെ പോയി പഠിച്ചതാണോ സൈക്കോളജി? എൻ്റെ അമ്മയുടെ ഒറ്റ നിർബന്ധമാണ്, പോയേ പറ്റൂ, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ, വേറെ ഒരു പരിപാടിയും പറ്റില്ല എന്നുള്ളത് സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടാണ് അമ്മ തന്നെ ചൂസ് ചെയ്തതാണ്. അതെ, അപ്പൊ അതുകൊണ്ട് പിന്നെ നോ പറയാൻ പറ്റില്ല.
പിന്നെ എന്നിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തില്ല അല്ലേ സൈക്കോളജി? ഇല്ല ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പൊ അമ്മയുടെ റിയാക്ഷൻ എന്തായിരുന്നു? ആക്ച്വലി സൈക്കോളജി ചൂസ് ചെയ്തത് അമ്മയുടെ ഒരൊറ്റ നിർബന്ധമായിരുന്നു. പക്ഷെ എനിക്ക് കണ്ടീഷൻ പറഞ്ഞു, എനിക്ക് ഒന്നിലും ടീച്ചർ ആവണം അല്ലെങ്കിൽ എനിക്ക് സിനിമ ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അമ്മ പറഞ്ഞു ഓക്കെ നീ ഇത് കഴിഞ്ഞിട്ട് അടുത്ത് എന്താണെന്ന് വെച്ചാൽ ചൂസ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ DED പോയത്. പക്ഷെ അവിടെയും എനിക്ക് ഈ മീഡിയ ഉള്ള താല്പര്യം കാരണം എനിക്ക് വീണ്ടും ഫിലിം കോഴ്സ് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അറ്റ് ലാസ്റ്റ് അവർ സമ്മതിച്ചു. അപ്പൊ അങ്ങനെയായിരുന്നു, സിനിമയായിരുന്നു അപ്പൊ മെയിൻ പരിപാടി. അപ്പൊ എങ്ങനെയായാലും കറങ്ങി തിരിഞ്ഞ് അവസാനം സിനിമയിലോട്ട് എത്തിയിട്ടുണ്ട്. സിനിമയിലോട്ട് വന്നപ്പോഴേക്ക് ഫാമിലി സപ്പോർട്ട് എങ്ങനെയായിരുന്നു? എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് അച്ഛനും അമ്മയാണ്. കാരണം അമ്മ ആദ്യമൊക്കെ എതിർത്തെങ്കിലും ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി. കാരണം ഞാൻ അവരുടെ ഇഷ്ടത്തിന് എൻ്റെ ലൈഫ് മാറ്റി വെച്ച ആളാണ് കുറേ സമയത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് ഇഷ്യൂസിലേക്ക് കൊണ്ടെത്തിച്ചു. ഞാൻ അതുകൊണ്ട് തന്നെ ഒരുപാട് പേഴ്സണൽ പ്രോബ്ലംസ്, അതായത് ഒരുപാട് ഇൻസെക്യൂരിറ്റീസും ഇൻസൾട്ടും ഒക്കെ അനുഭവിച്ചിട്ട് വരേണ്ടി വന്നു എൻ്റെ ആ പാസ്റ്റ് ലൈഫിൽ. അപ്പോൾ കുറച്ച് ട്രോമാസ് ഉണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട്. സോ അവർ പിന്നെ ഇനി എന്താ നിൻ്റെ ഇഷ്ടം അത് നടക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. എനിക്കപ്പോൾ എന്നോട് ചോദിച്ചു അച്ഛൻ നിനക്ക് എന്താ ഇനി പഠിക്കേണ്ടത്? ഞാൻ എനിക്ക് ഫിലിം കോഴ്സ് ചെയ്താൽ താല്പര്യമുണ്ട്. അങ്ങനെ അച്ഛനത് സമ്മതിച്ചു. പിന്നെ അവരും അതുമായിട്ട് പൊരുത്തപ്പെട്ടു. പക്ഷെ ആക്ച്വലി അത് എൻ്റെ ബെസ്റ്റ് ചോയ്സ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു ഡിസിഷൻ. ഇപ്പോൾ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. ഒരു റിലേഷൻഷിപ്പ് ആഫ്റ്റർ ഡിവോഴ്സ് ആണെങ്കിൽ കൂടുതലും 100% എന്നല്ല, പക്ഷെ ഒരു 75% ആണെങ്കിലും സ്ത്രീകളുടെ മുകളിലോട്ടായിരിക്കും കൂടുതൽ ആളുകൾ കുറ്റം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫേസിലൂടെ കടന്നു പോയിട്ടുണ്ടോ? പ്രത്യേകിച്ച് സിനിമയിലോട്ട് വന്നു, ഓക്കെ, അതിനുശേഷം നേരെ സിനിമയിലോട്ട് കൂടുതൽ കോൺസെൻട്രേഷൻ വന്നപ്പോഴത്തേക്ക് ഓക്കെ നീ ഇതിനു വേണ്ടിയിട്ട് നിന്റെ ജീവിതം കളഞ്ഞു, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള കമന്റ്സ് ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഞാൻ കേൾക്കെ ആരും പറഞ്ഞിട്ടില്ല ആക്ച്വലി. കാരണം ഞാൻ പോയ സിറ്റുവേഷനിൽ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഇതൊന്ന് ഇറങ്ങേണ്ട സമയം ഇപ്പോഴല്ല, ഇതിന് മുന്നേ ഇറങ്ങണം എന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ടൈമിൽ എൻ്റെ ചിന്ത എൻ്റെ ലൈഫ് നാളെ ശരിയാവും, മറ്റന്നാൾ ശരിയാവും. ഇത് ഒരുവിധം സ്ത്രീകളെല്ലാം ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും. അവരിപ്പോൾ എല്ലാവരും ചോദിക്കുക എന്തിനാ ഇത്രയും വർഷം ഒരു റിലേഷൻഷിപ്പിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നതെന്ന്. എത്ര വർഷം? ഞാൻ എൻ്റെ മാരീഡ് ലൈഫ് ഒരു 10 വർഷം ഉണ്ടായിരുന്നു, 10 വർഷത്തോളം. അപ്പോൾ ആക്ച്വലി എല്ലാവരും എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് നേരത്തെ ഇറങ്ങി വന്നൂടാ. പക്ഷേ നമ്മുടെ മനസ്സിലെ പ്രതീക്ഷ അവർ നാളെ ശരിയാവും, മറ്റന്നാൾ ശരിയാവും, ആരെന്ത് പറഞ്ഞാലും ഓക്കെ ഇത് എന്തായാലും പുള്ളി ശരിയാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോകും. ലവ് മാരേജ് ആയിരുന്നോ? ലവ് കം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അപ്പോൾ ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്ന് പറഞ്ഞ പ്രതീക്ഷ. അതുമല്ല നമ്മൾ ചൂസ് ചെയ്ത ആളാണ്, അത് നമുക്ക് മിസ്റ്റേക്കായി വന്നു എന്നുള്ളത് മറ്റുള്ളവരറിഞ്ഞാൽ നമുക്കുണ്ടാവും, നാണക്കേടുണ്ടാവും, ആ ഒരു ഫീലിംഗ് ഉണ്ടാവും. പ്രത്യേകിച്ച് ഇങ്ങനെ പ്രണയിച്ച് കല്യാണം കഴിക്കുന്ന പെൺകുട്ടികൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഞാനായിട്ട് ചൂസ് ചെയ്ത ആള് മോശക്കാരനാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ ബുദ്ധിമുട്ട് കാണാറുണ്ട്. ആളുകൾ ബ്ലെയിം ചെയ്യും എന്നുള്ളൊരു പേടി അല്ലേ? സത്യം അങ്ങനെയുണ്ട്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഇപ്പൊ നമ്മളുടെ റിലേഷൻഷിപ്പിലായാലും അത്രയും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഇതേപോലെ 10 വർഷം 20 വർഷമൊക്കെ നിൽക്കുന്ന ഇതുണ്ട്. ഇപ്പം നമ്മുടെ പോലെ ഒരു ചുറ്റുപാടില്ലാത്ത സ്ത്രീകൾ ഒരുപാടുണ്ടല്ലോ. ഡെയിലി ഇപ്പം കുടിച്ചിട്ട് വന്നിട്ട് അടിയും ഇടിയും കൊണ്ട് കിടക്കുന്ന ആളുകളുണ്ട്. അപ്പം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർക്കാണെങ്കിൽ പോലും പോകെ ഈ ട്രോമാസ് വന്നിട്ടാണെങ്കിൽ ഇവർക്ക് അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തതും ആ പേടി കൊണ്ടും അവർക്കുള്ളിലൊരു എന്താ പറയാ കൈൻഡ് ഓഫ് ഒരു അടിമത്തം പോലെ മനസ്സിലായി പോകുന്ന പോലത്തെ ഒരു സംഭവം. അങ്ങനത്തെ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് പേടി കൊണ്ട് ഇറങ്ങാൻ പറ്റുന്നില്ല, എന്നാൽ കണ്ടിന്യൂ ചെയ്യാനും പറ്റുന്നില്ല, ആ ഒരു സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും. കാരണം എൻ്റെ 19ാമത്തെ വയസ്സിലായിരുന്നു കല്യാണം. ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തപ്പോഴായിരുന്നു കല്യാണം. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഇപ്പോഴത്തെ ഈ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ 19 വയസ്സെന്ന് പറയുന്നത് ഒരു ഭയങ്കര ചെറിയ പ്രായമാണ്. ആ സമയത്ത് പല കാരണങ്ങൾ, ജാതകം അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് എൻ്റെ കല്യാണം നടന്നത്. പക്ഷെ ഇപ്പോൾ നൂറും പറഞ്ഞ പോലെ ആദ്യമൊക്കെ നമ്മളത് പ്രതികരിക്കാൻ ശ്രമിക്കും. നമ്മളെ ഉപദ്രവം വരുമ്പോഴും ഇപ്പം ഞാനല്ല ഏത് പെണ്ണാണെങ്കിലും ആദ്യമൊക്കെ പ്രതികരിക്കാൻ ശ്രമിക്കുമായിരിക്കും. പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്കത് ഭയങ്കര ശീലമാവും. ശരിക്കും ഒരു ട്രോമ ബോണ്ടിങ് വരും തമ്മിൽ. അതായത് ഇപ്പോൾ ഒരു ദിവസം ഈ പറയുന്ന വ്യക്തി നമ്മൾ ഉപദ്രവിച്ചാൽ ചിലപ്പോൾ 2 ദിവസം നമ്മളോട് ഭയങ്കര സ്നേഹം കാണിക്കും. നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും. ഇദ്ദേഹത്തിന് നമ്മളോട് സ്നേഹമാണോ അതോ ഇത് എൻ്റെ കയ്യിലെ മിസ്റ്റേക്കാണോ എന്നൊക്കെ തോന്നും. ആ സമയം നമ്മൾ വിചാരിക്കും ഓക്കെ ഇത് എൻ്റെയും കൂടി മിസ്റ്റേക്കാണ് നമ്മളങ്ങ് ഉറപ്പിക്കും. എന്നിട്ട് നമ്മൾ വേണമെങ്കിൽ അങ്ങോട്ട് പോയി സോറി പറയും പുള്ളിയോട്. അത് എനിക്കറിയില്ല, അതൊരു തരത്തിൽ ട്രോമ ബോണ്ടിങ് ആയിട്ട് മാറും. അതുമല്ല എല്ലാവരും ചോദിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു അടി കിട്ടുമ്പോഴത്തേക്കും ഇതൊന്ന് ഇറങ്ങി പോകുന്നൂടെ എന്ന് ചോദിക്കും.
പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നൂറും പറഞ്ഞ പോലെ ശരിക്കും ഒരു അടിമത്തം എന്നൊരു സ്റ്റേജിലേക്ക് പോകും. എത്ര അടി കിട്ടിയാലും അയ്യോ എന്നെ വിട്ടു പോവല്ലേ, അല്ലെങ്കിൽ എൻ്റെയും കൂടി തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോവും. ആരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണെങ്കിലും അങ്ങോട്ട് നമ്മൾ പോവും, സോറി പറയാം. കാരണം അവർക്ക് അത് ഈ നാർസിസിസ്റ്റിക് മനോഭാവമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവർക്കറിയാം അവരുടെ തെറ്റ് നമ്മുടെ മേൽ കൊണ്ടുവരാൻ അവർക്ക് നന്നായിട്ട് അറിയാം. അതിൽ നമ്മൾ വീണ് പോവുകയും ചെയ്യും. പതിയെ പതിയെ നമ്മൾ അതിനൊരു വിക്ടിമായിട്ട് മാറും. നമുക്കന്ന് ഇറങ്ങിപ്പോകുന്ന ഭയങ്കര ടഫായിട്ടുള്ള കാര്യമാണ്. എന്തായിരുന്നു ചേച്ചിയുടെ റിലേഷൻഷിപ്പിലുള്ള മെയിൻ പ്രോബ്ലം എന്തായിരുന്നു? മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് മദ്യപാനം തന്നെയാണ്. ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഒരുവിധം ഫാമിലീസിലെല്ലാം വരുന്നൊരു പ്രശ്നമാണ് ഈ മദ്യപാനം. അത് ഒരു ലിമിറ്റ് വരെ എല്ലാം ഓക്കെയാണ്, പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കും അത് മദ്യം നമ്മളെ കൺട്രോൾ ചെയ്ത് തുടങ്ങുമ്പോഴാണ് പ്രശ്നം. നമുക്ക് കൺട്രോൾ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോൾ മദ്യം നമ്മളെ കൺട്രോൾ ചെയ്ത് തുടങ്ങും. ആ സമയത്ത് നമ്മുടെ ഇന്ന് കാര്യങ്ങളൊക്കെ വിട്ടുപോകും. അപ്പോൾ ഏറ്റവും കൂടുതൽ അത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഫാമിലീനെ ആയിരിക്കും. ശരി, അതിപ്പം കുടിക്കുന്ന സമയത്ത് കൂട്ടുകാർ കാണും, എല്ലാവരും കാണും. ആഫ്റ്റർ എഫക്ട്സ് കിട്ടുന്നത് വീട്ടിലുള്ളവർക്കായിരിക്കും. അപ്പോൾ അറ്റ്ലാസ്റ്റ് ചേച്ചി ഇപ്പം ഇതിൽ നിന്ന് മാറാം എന്നുള്ളൊരു തീരുമാനം എടുത്തു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ട്രോമ ബോണ്ടിങ് ഒക്കെ ഉള്ള ഒരാൾക്ക് അതിൽ നിന്ന് ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമേ അല്ല. അപ്പം എങ്ങനെയാണ് ചേച്ചി അതിൽ നിന്ന് ഇറങ്ങിയത്? ഞാൻ പറഞ്ഞില്ലേ നൂറിന്, എനിക്ക് ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ എക്സ്ട്രീമായി. ഉപദ്രവം ആദ്യം കുറേയൊക്കെ നമുക്ക് പോട്ടെ എന്ന് വെച്ചാലും നമുക്ക് എന്താ പറയുക, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒട്ടും പറ്റാത്തൊരു സിറ്റുവേഷനിലെത്തി. ആ സമയത്ത് ഞാൻ വിചാരിച്ചു വേണ്ട, ഇനി ഇതൊന്ന് ഇറങ്ങിപ്പോരാം. ഒരു പോയിന്റിൽ ഒരു പെട്ടെന്നുണ്ടായൊരു ഡിസിഷനാണ്. അല്ലാതെ ഞാനത് ചിന്തിച്ചു കൂട്ടി ഞാനിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അങ്ങനെയല്ല. ഞാൻ പെട്ടെന്നൊരു പോയിന്റിൽ ഡിസൈഡ് ചെയ്തു എനിക്കിനി ഈ ലൈഫ് വേണ്ട, ഇങ്ങനെ പോകുന്നതിനേക്കാളും നല്ലത് ഞാൻ മരിക്കുന്നതാണെന്ന് വിചാരിച്ചിട്ട്. ചിലപ്പോൾ ആലോചിച്ച് കൂട്ടിയിരുന്നെങ്കിൽ അത് ഒരു തീരുമാനം എത്തൂലായിരിക്കും അല്ലേ? ഈ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും കൂടുതൽ അഡിക്ഷൻ എന്ന് പറയുന്നത് മനുഷ്യന്മാർ തമ്മിലാണ്. നമ്മൾ പറയും ലഹരി, മദ്യം, അതിനോടൊക്കെയാണ് അഡിക്ഷൻ. പക്ഷെ ഏറ്റവും വലിയ അഡിക്ഷൻ മനുഷ്യന്മാർ തമ്മിലാണ്. ഈ മദ്യം നിർത്തണമെങ്കിലും നമ്മൾ തന്നെ വിചാരിക്കണം അല്ലേ? മറ്റുള്ളവർ ചുറ്റും നിൽക്കുന്നവരെല്ലാം നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ വിചാരിക്കണം അത് നിർത്തി അന്ന് പുറത്ത് വരണം. അതുപോലെ ഒരു പോയിന്റിൽ ഞാൻ തീരുമാനിച്ചു എനിക്ക് ഈ ലഹരി വേണ്ട, ഇത് നിർത്തുക, എനിക്ക് ഈ ബന്ധം വേണ്ട എന്ന് തീരുമാനിച്ച് ഞാൻ അതിന്ന് പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് എടുത്ത തീരുമാനം, ഒരുപാട് ആലോചിച്ചൊക്കെ എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ വീണ്ടും മനസ്സ് മാറി. ആലോചിച്ചെടുത്തപ്പോഴൊക്കെ പലരും പറഞ്ഞ് ആലോചിച്ചെടുത്തപ്പോഴൊക്കെ അതിന്ന് ഞാൻ പാളിപ്പോയി. കാരണം വീട്ടുകാർ പറയുമ്പോഴും അല്ലെങ്കിൽ ഫ്രണ്ട്സ് പറയുമ്പോഴും എല്ലാവരും പറയുമ്പോഴും അന്ന് ഇറങ്ങി വന്ന് 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് വീണ്ടും അങ്ങോട്ട് തന്നെ പോകണമെന്നൊരു ചിന്ത വരും. പക്ഷേ ഒരു പോയിന്റിൽ ഞാൻ തന്നെ ഡിസൈഡ് ചെയ്തു ഇനി ഇത് എനിക്ക് ശരിയാവില്ല, ഞാൻ ഇറങ്ങിയേ പറ്റുള്ളൂ. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ പെട്ടെന്ന് ഇതിന്ന് റിക്കവറായി. ശരിക്കും ഇപ്പം ലൈഫിലെടുത്ത ഡിസിഷൻസിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഇത് തന്നെയാണെന്ന് പറയും. കാരണം അവിടെ മുതലാണ് എൻ്റെ ലൈഫ് മാറി തുടങ്ങിയത്, ജീവിച്ചു തുടങ്ങി. സത്യം അതുവരെ ഞാൻ ഇപ്പോഴും ആലോചിക്കും, എൻ്റെ ലൈഫിൽ ഈ പറയുന്ന 10 വർഷക്കാലം എൻ്റെ മൈൻഡിൽ പോലും ഇല്ല, എൻ്റെ ഓർമ്മയിൽ പോലും ഇല്ല. ശരിക്കും അത് എനിക്കറിയില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തിനായിരിക്കും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ വെറുക്കും. 20s മൊത്തം നഷ്ടപ്പെടുത്തിയ പോലെ തോന്നുന്നു. അതെ, ഞാൻ എൻ്റെ 19 വയസ്സിൽ കല്യാണം കഴിച്ച് എനിക്ക് 30 വയസ്സായപ്പോഴാണ് കുറച്ച് ബോധം വെച്ചെന്നിരിക്കുന്നത്. ശരിക്കും പെൺകുട്ടികൾ കല്യാണം കഴിക്കേണ്ട പ്രായം ഒരു 28-ന് ശേഷമാണ്. അതുവരെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒന്നും ചിന്തിക്കും, നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ഒന്നും കറക്റ്റായിട്ട് വരില്ല. ആഫ്റ്റർ ഒരു 28 ആയിരിക്കും ശരിക്കും ലൈഫ്. ഞാനിപ്പോൾ എൻ്റെ 30 ഞാൻ ജീവിച്ചു തുടങ്ങിയത്. ശരിക്കും ഈ ഒരു വർഷമാണ് ഞാൻ ജീവിച്ചു തുടങ്ങിയത്. അപ്പോൾ പിന്നെയും നമ്മൾ വീണ്ടും പ്രൊഫഷണലിലോട്ട് വരികയാണെങ്കിൽ തേരിമേരി അല്ലാണ്ട് സുമതി വളവിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ആണല്ലോ? ഡയറക്ടർ അല്ലടാ, അസോസിയേറ്റ് റൈറ്ററാണ്. ഓക്കെ. അപ്പോൾ സുമതി വളവില് നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പോൾ എപ്പോഴേക്കായിരിക്കും നമുക്ക് മൂവി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്? നമ്മളിപ്പോൾ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് തന്നെ ഉണ്ടാവും റിലീസ്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുവാണ്. ഞാനൊക്കെ ആണെങ്കിൽ പണ്ട് ഈ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ കാണുന്ന സമയത്ത് സുമതി വളവിന്റെ കഥയൊക്കെ കേട്ട് എല്ലാ ദിവസവും ഈ പ്രേതകഥ കേട്ടായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ഹൊറർ മൂവി ആയിട്ടായിരിക്കും അതോ ഹൊറർ കോമഡി എങ്ങനെയായിരിക്കും? ആക്ച്വലി ഇതൊരു കംപ്ലീറ്റ് എൻ്റർടൈനർ ആയിരിക്കും. അതായത് ഒരു ഹൊററുണ്ട്, അതുപോലെ ഫാമിലീസിന് വന്ന് കണ്ട് ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്, നല്ല ഫൈറ്റ് ഉണ്ട്, നല്ല ഡാൻസ് ഉണ്ട്. കുറേ നാൾ കൂടി ഇറങ്ങാൻ പോകുന്നൊരു കളർഫുൾ പടമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതെ, നമുക്ക് ഈ രോമാഞ്ചമൊക്കെ കാണുമ്പോൾ ഒരു വേറൊരു ഫീൽ ആണല്ലോ, ആ ഒരു കൈൻഡ് ഓഫ് മൂവി ആയിരിക്കും അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ലടാ, ഇതൊരു ഫാമിലി എന്റർടൈനർ കൂടിയായിരിക്കും. രോമാഞ്ചം എനിക്ക് തോന്നുന്നു കൂടുതൽ യൂത്തിന് ഇഷ്ടപ്പെട്ട ഒരു പടം. അതെ, ഇതിപ്പോ നമ്മുടെ ഫാമിലി ഓഡിയൻസിനും കൂടി ഇഷ്ടപ്പെടുന്ന, അച്ഛനും അമ്മയും മക്കളും വന്ന് കണ്ട് ചിരിച്ച് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു മൂവി ആയിരിക്കും.
നമുക്കൊരു ചെറിയ സെഗ്മെന്റിലോട്ട് പോയാലോ? ഞാനൊരു 5 ആർട്ടിസ്റ്റുകളുടെ 5 ഡിഫറെന്റ് പേഴ്സണാലിറ്റീസിന്റെ പേരെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ട് ചേച്ചിക്കുള്ള ഫസ്റ്റ് മെമ്മറി, അവരുടെ പേര് പറയുമ്പോൾ ആദ്യം മൈൻഡിലോട്ട് വരുന്ന ഒരു മെമ്മറി എന്താണ്, അവര് ചേച്ചിയുടെ ലൈഫിൽ എത്രത്തോളം പ്രാധാന്യമുള്ള ആളാണ്, ആ ഒരു കൈൻഡ് ഓഫ് സെഗ്മെന്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ അഭിലാഷ് പിള്ളൈ. അഭിലാഷ് പിള്ളൈ എന്താ പറയണ, എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും അഭിലാഷ് പിള്ളയാന്ന് പറയും. കാരണം എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായ മാറ്റങ്ങൾക്കും അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത്ര ബോൾഡായിട്ടിരുന്ന് സംസാരിക്കുന്നെങ്കിലും അതിനൊക്കെ പുറകിൽ പുള്ളി തന്നെയാണ്. എൻ്റെ ഒരു സ്ട്രോങ് പില്ലർ എന്ന് പറയാം, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് പറയാം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു എനർജി ഫ്യൂവൽ എന്ന് പറയാം. ഞാൻ ഇപ്പോൾ എന്താണ് അത് എന്നെ ഇങ്ങനെ മോൾഡ് ചെയ്തെടുത്തതും എൻ്റെ എല്ലാ സപ്പോർട്ടും പുള്ളി തന്നെയാണ്. ഏറ്റവും നല്ലൊരു സുഹൃത്ത്, ഏറ്റവും നല്ല സുഹൃത്ത്. ഒരു നല്ല സുഹൃത്ത് ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏത് പ്രശ്നമാണെങ്കിലും സർവൈവ് ചെയ്യാൻ പറ്റും തോന്നുന്നു അല്ലേ? അഭിലാഷേട്ടനെ സംബന്ധിച്ച് സൊല്യൂഷൻസ് ഇല്ലാത്ത ഒരൊറ്റ കാര്യം പോലും ഇല്ല. ഇപ്പോൾ ചേട്ടാ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം, ഞാൻ ആദ്യം എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ചേട്ടനോടാണ്. അപ്പോൾ ചേട്ടനെങ്കിൽ അതിന് അപ്പോഴും തന്നെ ഉത്തരവുണ്ട്. അതെനിക്ക് എൻ്റെ ലൈഫിൽ അതെപ്പോഴും പോസിറ്റീവായിട്ടേ വന്നിട്ടുള്ളൂ. പുള്ളി പറഞ്ഞ ഒരു കാര്യം പോലും എൻ്റെ ലൈഫിൽ എനിക്ക് നെഗറ്റീവായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഉർവശി ചേച്ചി എൻ്റെ ഒരു ഫാമിലി മെമ്പറിനെ പോലെ തന്നെയാണ്. എൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും മൂത്തൊരു ചേച്ചി. നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ചേച്ചി ഇങ്ങനെ ഒരു വിഷമം ഉണ്ടെന്ന് വിളിച്ച് പറയാൻ പറ്റുന്ന ഒരാൾ. അതുപോലെ തന്നെയാണ് ഉർവശി ചേച്ചിയുടെ ഹസ്ബൻഡ് ശിവൻ ചേട്ടനും. നമുക്ക് എന്തൊരു കാര്യത്തിനും വിളിക്കാൻ പറ്റുന്ന, ഞങ്ങളിവിടെ ഉണ്ട് കൊച്ചേ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് കാര്യത്തിനും. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് പോകാറുണ്ട്, ചേച്ചി ഇങ്ങോട്ട് വരാറുണ്ട്. ഉർവശി നമ്മൾ കൂടുതലും ഇങ്ങനെ പബ്ലിക് ഇവന്റ്സിൽ കാണുമ്പോഴും നമ്മളിങ്ങനെ ആയിരിക്കും, ഇത്രയും സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ഇത്ര വലിയൊരു വേഴ്സിറ്റൽ ഒരു ആക്ട്രസ് ആണല്ലോ. പക്ഷെ എന്നാ ഒരു മനുഷ്യനൊരു കുറച്ച് ജാടയൊക്കെ കാണിക്കാലോ, അത്രയും വലിയൊരാളാണല്ലോ. അതൊന്നും ഇല്ലാണ്ട് ഭയങ്കര റോ ആയിട്ട് ബിഹേവ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. എപ്പോഴും അങ്ങനെ തന്നെയാ? തീർച്ചയായിട്ടും. ഞാൻ ആദ്യം കാണുമ്പോൾ എൻ്റെ മനസ്സിലെ തോന്നലെന്ന് പറയുന്നത്, അയ്യോ ഇത്രയും വലിയൊരു ആക്ട്രസ് നമ്മൾ ചെല്ലുമ്പോൾ എങ്ങനെയാ. പക്ഷെ ചേച്ചി നമ്മുടെ വീട്ടിലൊരാളെ പോലെയാണ് ആദ്യ ദിവസം തൊട്ട് തന്നെ പെരുമാറിയത്. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഞങ്ങൾ 1-2 ദിവസം ചേച്ചിയുടെ വീട്ടിൽ പോയിരുന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ശരിക്കും വേറൊരു ഫീലായിരുന്നു. ഒരു എങ്ങനെ ഇത്ര ഡൗൺ ടു എർത്ത് ആയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്നു എന്ന് എനിക്ക് മനസ്സിലാവില്ല. നമ്മുടെ മനസ്സിലെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് സിനിമ സ്റ്റാർസ് എന്ന് പറയുന്നത് ഭയങ്കര ജാടയിട്ട് നടക്കുന്ന ആൾക്കാരെന്നൊക്കെയാണ്. പക്ഷെ അടുക്കും തോറും നമ്മൾ മനസ്സിലാക്കുന്ന ഇവർക്ക് നമ്മളെപ്പോലെ സാധാരണ മനുഷ്യർ തന്നെയാണ്. അതിലൊന്നും ഒരു എനിക്ക് ഞാൻ പരിചയപ്പെട്ട ആരിലും എനിക്ക് അങ്ങനെ ഒരു സ്റ്റാർഡം ആ ഒരു ഫീലൊന്നും തോന്നിയിട്ടില്ല. തേർഡ് വൺ ഷൈൻ ടോം ചാക്കോ എനിക്കൊരു ബ്രദറിനെ പോലെയാണ് ആക്ച്വലി. പുള്ളിക്കാരൻ എന്താ പറയുക, ഞാൻ പുള്ളിക്കാരനെക്കാളും ക്ലോസ് പുള്ളിക്കാരൻ്റെ ഫാമിലിയായിട്ടാണ്. പുള്ളിക്കാരൻ്റെ അച്ഛൻ അമ്മയുമായിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ എന്താ പറയുക, പുള്ളിക്കാരൻ്റെ ഈ ഒരു മാറ്റം എനിക്ക് ആദ്യമായിട്ട് ഡേറ്റ് ചെയ്യുന്ന ഒരു ആക്ടറാണ്. അതിൻ്റെ ഒരു ബഹുമാനം എന്തായാലും ഉണ്ട്. അതുപോലെ പുള്ളി എന്താ പറയുക, ഇനിയും നല്ല പടങ്ങൾ ചെയ്ത് മുന്നോട്ട് വരണം. അതൊരു വലിയ ആഗ്രഹമാണ്. ശ്രീനാഥ് ബാസിയായിട്ട് ഞാൻ ഇങ്ങനെ ഭയങ്കര ഒരു കണക്റ്റഡ് അല്ല. പുള്ളിക്കാരൻ ആക്ച്വലി നമ്മുടെ പടത്തിൽ അഭിനയിച്ചു വളരെ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോയ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയുമായിട്ട് എനിക്കൊരു വലിയ പേഴ്സണൽ കണക്ഷൻ ഇല്ല. മഞ്ജു ചേച്ചി എന്താ പറയുക, മഞ്ജു ചേച്ചി ആക്ച്വലി അഭിലാഷേട്ടനുമായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുമായിട്ടും വളരെ നല്ല സൗഹൃദത്തിൽ പോകുന്ന ആളാണ്. പിന്നെ എന്താ പറയുക, എൻ്റെ അടുത്ത പടം പാബ്ലോ പാർട്ടി ചേച്ചി വന്ന് ലോഞ്ച് ചെയ്ത് തന്നു. അപ്പോൾ എന്താ പറയുക, ഒരു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഇവരുടെ നിന്നൊന്നും. ഇവരൊക്കെ വന്ന് നമുക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു. ഇപ്പോൾ നൂറിൻ പറഞ്ഞ പോലെ ഭയങ്കര സ്റ്റാർസായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഇവരെയൊക്കെ കാണുമ്പോൾ. അതെ, അവരൊക്കെ അത്രയും സിമ്പിൾ ആണെന്ന് അറിയുമ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പോൾ എന്തായാലും പാബ്ലോ പാർട്ടി നമുക്ക് ഉർവശി ചേച്ചി അല്ലേ പാബ്ലോ പാർട്ടിയിൽ? ഉർവശി ചേച്ചി ഉണ്ട്, അനുശ്രീ ഉണ്ട്, അപർണയുണ്ട്, ഉർവശി ചേച്ചിയുടെ മകള് തേജാലക്ഷ്മി ഉണ്ട്, സൈജു ചേട്ടനുണ്ട്, പിന്നെ ഷൈൻ ടോം ഉണ്ട്. കുറച്ച് വലിയ കാസ്റ്റ്, മുകേഷ് ചേട്ടൻ, സിദ്ദിഖിക്ക, കുറച്ച് വലിയ കാസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പോൾ അതിന്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഈ സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എന്തായാലും നല്ലൊരു മൂവി ആവട്ടെ പാബ്ലോ പാർട്ടിയും. അപ്പോൾ എന്തായാലും ഇനി ചേച്ചിക്ക് വരാൻ പോകുന്ന പ്രോജക്ട്സും എല്ലാം അഭിനയത്തിലോട്ട് ഇല്ലടാ, എനിക്ക് താല്പര്യമില്ല. ആക്ച്വലി ഞാൻ പഠിച്ചത് ആക്ടിങ് കോഴ്സ് ആട്ടോ. പക്ഷെ എനിക്ക് മനസ്സിലായി എൻ്റെ ഫീൽഡ് അതല്ല. എനിക്ക് സിനിമയുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കാനാണ് ആഗ്രഹം. അപ്പം അതുകൊണ്ട് പിന്നെ നമ്മളെ ചാൻസ് ചോദിച്ച് നടക്കാൻ ഇതിനൊന്നും എനിക്ക് വയ്യ. സ്വന്തമായിട്ട് സിനിമ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനി വരാൻ പോകുന്ന പ്രോജക്ട്സും എല്ലാം നടന്ന പ്രോജക്ട്സും എല്ലാം അടിപൊളിയാവട്ടെ. താങ്ക് യു സോ മച്ച്.